ഹലോ ഗൈസ്, ഇന്നത് ഞാനും അമ്മി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 10:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും നമ്മളിതേ വീട്ടിൽ നിന്ന് നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. ബാങ്കിലേക്ക് പോവുകയാണ്. അമ്മയ്ക്ക് ബാങ്കിൽ പോയിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും കൂടെ പോയിട്ടുണ്ട്. ബാങ്കിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മണ്ണാർക്കാട്ടേക്കും കൂടി ഒന്ന് പോകാൻ. നമ്മൾ വന്നിട്ടുള്ളത് തെങ്കരയുള്ള ബാങ്കിലേക്കാണ് കേട്ടോ. അതാണ് നടന്നു വന്നത്. നടക്കാനുള്ള ദൂരമുള്ളല്ലോ നമുക്ക് തെങ്കരയ്ക്ക്. ഇതൊക്കെ പറഞ്ഞാലും വണ്ടിയുള്ളപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെ കേട്ടോ വരിക. നടക്കാനുള്ള ദൂരമുള്ളൂ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ദേ നമ്മളെന്തായാലും ബാങ്കിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പരിപാടി കഴിയുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അതേ ഞാൻ പുറത്തിറങ്ങി വന്നതാണ്. എനിക്ക് മണ്ണാർക്കാട്ടേക്കും കൂടിയും പോകണമല്ലോ, അപ്പോൾ ബസ് വരുന്നത് നോക്കണം. ഇപ്പം തന്നെ ഇതേ 2 ബസ് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അമ്മേനോട് വേഗം പോയി പറയാണ്, അടുത്ത ബസ് വരുമ്പോഴേക്കേലും പോകണം പറഞ്ഞിട്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രെയിം ഗ്ലാസ് ഇടാനുള്ള ഫ്രെയിമാണ്, അപ്പോൾ അതും പൊക്കി പിടിച്ചും കൊണ്ടാണ് ഇനി പോകേണ്ടത്. A3ൻ്റെ ഒരു ഫ്രെയിമാണ്, കവറിലൊന്നും കൊള്ളൊന്നുമില്ല. പിന്നൊന്നും നോക്കിയില്ല, അത് കൈ പിടിച്ചങ്ങോട്ട് പോകുന്നു. നമ്മളിതേ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് കൃത്യ ടൈമിലൊരു ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. അമ്മ ദേ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ മണ്ണാർക്കാട് പോകുന്നത്. നമുക്ക് ഈ ഫ്രെയിമിന് ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്രെയിം കൊണ്ടുപോകണം. ഫ്രെയിമാണെന്ന് വെച്ചാൽ ബസ്സിൽ ഇരിക്കുന്നിടത്ത് ഒതുങ്ങുന്നില്ല, തട്ടിയും കൊണ്ട് പൊട്ടുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെയാണ് ഓർത്ത് ഗ്ലാസ് ഇല്ലല്ലോ, അപ്പോൾ അത്രയ്ക്ക് കുഴപ്പമൊന്നും വരില്ല. ഗ്ലാസിൻ്റെ സ്ഥലമല്ലേ, എവിടെയെങ്കിലും തട്ടിയാൽ പൊട്ടുകയൊക്കെ ചെയ്യുക. പിന്നെ എന്താണെന്നറിയില്ല, നല്ലോണം തിരക്കുണ്ടായിരുന്നു ടൗണിൽ. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും സ്റ്റാൻഡിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാമല്ല, ഒറ്റൊരു നടത്തം കോടതിപ്പടി പ്രണവ് വരെ. വേറെ കൂട്ടിനാരയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കും. ഇത് ഒറ്റയ്ക്കാവുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. നമ്മളിത് പ്രണവിലെത്തി. കാര്യം പറഞ്ഞു. ഞാൻ മെസ്സേജ് അയച്ചിട്ടാണ് കേട്ടോ വന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഏത് ഗ്ലാസ്സാണ് വേണ്ടി വെച്ചാൽ അതിൻ്റെ ഫ്രെയിം കൊണ്ടുവരണം, എന്നാലുള്ള പാകത്തിനുള്ളത് കിട്ടുക എന്നൊക്കെ. അങ്ങനെ ഫ്രെയിം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ദേ അവിടെ കൊണ്ടുപോയി കൊടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും ഇതേ നമ്മുടെ സാധനം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ 2 താത്തമാർ വന്ന് ചോദിച്ചായിരുന്നു കുട്ടികളുമായിട്ട് വീഡിയോ ചെയ്യാറില്ലേ, വീഡിയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അവർക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കാണിക്കാതിരുന്നത്. സ്റ്റുഡിയോത്തെ ഏട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ടുള്ളത് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള സയ കേക്ക് ഹൗസിലാണ്. അവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയതേ നമ്മൾ സ്റ്റാൻഡിലെത്തി. കുറേ നേരം കാത്തു നിന്നു. കാത്തു നിൽക്കുമ്പോൾ ഭയങ്കരക്ക് ഒരു ബസ്സും ഉണ്ടാവില്ല. അത് പിന്നെ എന്നും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ലാസ്റ്റ് ഇതേ ഒരു ബസ്സൊക്കെ കിട്ടി നമ്മൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.